പുലർച്ചെ ഒരു 4:30 മണിയായിട്ടുണ്ടാവും. എന്തോ താഴേക്ക് ശക്തമായി നിലം പതിക്കുന്ന ശബ്ദവും ഒരു നിലവിളിയും കേട്ട് ആദ്യം സ്റ്റെയർകേസ് ചാടിയിറങ്ങി ഓടിയെത്തിയത് അവിടെ അന്നു തങ്ങിയിരുന്ന ട്രെയിനികളായ 2 പോലീസ് സബ് ഇൻസ്പെക്ടർമാരാണ്. ഗുരുതര പരിക്കുകളുമായി ഞെരങ്ങുന്ന ഒരു മനുഷ്യനെ അവർ കാണുന്നു. കാൽ നൂറ്റാണ്ടിന് മുമ്പുണ്ടായ പോളക്കുളം കൊലക്കേസ് ഇന്നും ജനങ്ങൾ ഓർത്തിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. മലയാള സിനിമയിൽ കുറ്റാന്വേഷണ ചിത്രങ്ങളുടെ ഗണത്തിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയ ഒരു സിനിമയായിരുന്നു CBI ഡയറിക്കുറിപ്പ്. കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ നിന്നും ഇതിനെ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും അതുകൊണ്ട് തന്നെ. പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ കഥയെക്കുറിച്ച്. ഇത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. അബ്കാരി നേതാവും ജ്വല്ലറി ഉടമയുമൊക്കെ ആയ PK നാരായണൻ 1982 എറണാകുളം പാലാരിവട്ടത്ത് കെട്ടിപ്പൊക്കിയ 5 നിലയുള്ള കെട്ടിട സമുച്ചയമായിരുന്നു പോളക്കുളത്തെ ടൂറിസ്റ്റ് ഹോം. ഇതുകൂടാതെ വേറെയും 2 ലോഡ്ജുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രവർത്തനം ആരംഭിച്ച വേളയിൽ റിസപ്ഷനിസ്റ്റായി പീതാംബരൻ എന്ന യുവാവിനെ നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ദാമോദരനും നാരായണന്റെ ജ്വല്ലറിയിൽ ജോലിക്കാരനായിരുന്നു. 1983 ഏപ്രിൽ 21 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 1983 ഏപ്രിൽ 21 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പുലർച്ചെ ഒരു 4:30 മണിയായിട്ടുണ്ടാവും. എന്തോ താഴേക്ക് ശക്തമായി നിലം പതിക്കുന്ന ശബ്ദവും ഒരു നിലവിളിയും കേട്ട് ആദ്യം സ്റ്റെയർകേസ് ചാടിയിറങ്ങി ഓടിയെത്തിയത് അവിടെ അന്നു തങ്ങിയിരുന്ന ട്രെയിനികളായ 2 പോലീസ് സബ് ഇൻസ്പെക്ടർമാരാണ്. 60 അടി ഉയരമുള്ള കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് സ്ലാബുകൾ പാകിയ തറയിൽ തലയും മുഖവും അടിച്ചു വീണ ഗുരുതര പരിക്കുകളുമായി ഞെരങ്ങുന്ന ഒരു മനുഷ്യനെ അവർ കാണുന്നു. ഒറ്റനോട്ടത്തിൽ റിസപ്ഷനിസ്റ്റായ പീതാംബരനാണ് അത് എന്ന് അവർക്ക് മനസ്സിലായി. ജീവനുണ്ട്. അയാൾക്കല്പം കുടിവെള്ളം നൽകാൻ അവരിലൊരാൾ അകത്തേക്ക് പായുന്നു. നിലവിളി കേട്ട് ആ സമയം കൊണ്ട് അയൽവാസികളും ഓടിയെത്തിയിരുന്നു. പ്രാണനോട് മല്ലടിച്ചുകൊണ്ടിരുന്ന ആ യുവാവ് അവിടെയുള്ള ആ പോലീസുകാരനോട് ഇപ്രകാരം മന്ത്രിക്കുന്നു: എന്നെ കൊന്നു. കാൽ നൂറ്റാണ്ടിന് മുമ്പുണ്ടായ പോളക്കുളം കൊലക്കേസ് ഇന്നും ജനങ്ങൾ ഓർത്തിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. മലയാള സിനിമയിൽ കുറ്റാന്വേഷണ ചിത്രങ്ങളുടെ ഗണത്തിൽ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിയ ഒരു സിനിമയായിരുന്നു CBI ഡയറിക്കുറിപ്പ്. ആ സിനിമയ്ക്ക് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. അതിലെ ശ്രദ്ധ നേടിയ ഡമ്മി പരീക്ഷണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ CBI പരീക്ഷിച്ചിരുന്നു. പക്ഷേ തെറ്റായ തെളിവുകൾ നൽകി CBIയെ തെറ്റിദ്ധരിപ്പിച്ചു. ഒടുവിൽ കോടതി പ്രതികളെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഹൈക്കോടതി ശരിവെച്ച വിധി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ തിരുത്തപ്പെട്ടു. മുകളിൽ നിന്നും വീണ പീതാംബരനെ ആശുപത്രിയിലെത്തിക്കുമ്പോൾ മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ആദ്യം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധൻ നെഞ്ചിലെയും കവിൾത്തടത്തിലെയും മുറിവുകൾ പരിശോധിച്ച് ആരോ ശക്തമായി മർദ്ദിച്ചാൽ മാത്രമുണ്ടാവുന്ന മുറിവുകളെന്ന് കണ്ടെത്തി. തന്നെയുമല്ല, ആരോ മുകളിൽ നിന്നും എടുത്തെറിഞ്ഞാൽ സംഭവിക്കാവുന്ന മുറിവുകളാണ് മറ്റുള്ളവയെന്നും അഭിപ്രായപ്പെട്ടു. എന്നാൽ ലോക്കൽ പോലീസും ഇതൊന്നും വിശ്വസിച്ചില്ല. അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഡോക്ടർ സിബി മാത്യൂസിനോട് പിന്നീട് കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥൻ രാധാ വിനോദ് രാജു ചോദിച്ച ഒരു ചോദ്യം എല്ലാറ്റിലും മേൽ പ്രസക്തമാണ്. ഞങ്ങൾ കൊച്ചി സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷിച്ചു. എല്ലാം പോളക്കുളം നാരായണനുമായി ബന്ധമുള്ളവരാണ്. നിങ്ങളുടെ DIG പോലും. സംഭവം നടന്ന ദിവസം പീതാംബരനൊപ്പമുണ്ടായിരുന്ന റൂം ബോയ് ശിവദാസനെ 3-ാം മുറ അടക്കം പ്രയോഗിച്ച് പോലീസ് ചോദ്യം ചെയ്തുവെങ്കിലും പങ്കുള്ളതായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്വേഷണം വഴിമുട്ടി. ആത്മഹത്യയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മാസങ്ങൾ ഇഴഞ്ഞു നീങ്ങിയ അന്വേഷണം പിന്നീട് പുനരാരംഭിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങളും ധർണയും നടത്തിയ ശേഷമായിരുന്നു. ക്രൈംബ്രാഞ്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. തുടർന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മുറിവുകൾ വീണ്ടും പോലീസ് സർജൻ ഡോക്ടർ ഉമാദത്തിന്റെ നേതൃത്വത്തിൽ വിശകലനം ചെയ്യുന്നത്. മൃതദേഹം ആദ്യം പരിശോധിച്ച ഡോക്ടർമാരുടെ നിഗമനങ്ങളായ ഇതൊരു കൊലപാതകമായിരിക്കാം എന്ന സംശയങ്ങളെ ശാസ്ത്രീയമായി നിർവചനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം കീറിമുറിച്ചു തള്ളി. വൃഷ്ണത്തിലും ജനനേന്ദ്രിയത്തിലും വരെ സംഭവിച്ച മുറിവുകൾ പാദങ്ങൾ ഇടിച്ചുകൊണ്ടുള്ള പ്രാഥമിക ആഘാതത്തിനു ശേഷം ഉരഞ്ഞു നീങ്ങി സംഭവിച്ചു പോകാമെന്ന അനുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. മറ്റൊരു സുപ്രധാന തെളിവ് മരിച്ച പീതാംബരന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡോക്ടർമാരുടെ ചില കുറിപ്പടികളായിരുന്നു. ചില മരുന്നുകളും അവർ കണ്ടെത്തി. ഷീസോഫ്രീനിയ എന്ന ആത്മഹത്യാ പ്രവണത സൃഷ്ടിക്കുന്ന മാനസിക രോഗമുള്ള വ്യക്തിയായിരുന്നു പീതാംബരൻ. മരണമേ സ്വാഗതം എന്ന് തുടങ്ങുന്ന പലതരത്തിലുള്ള അർദ്ധശൂന്യമായ ചില കവിതാ ശൽക്കങ്ങളും ലഭിച്ചതോടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതാണ് അയാളെന്ന് അവർ പൂർണ്ണമായും ഉറപ്പിച്ചു. ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്ന അയാൾ ഒടുവിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹം
മറ്റൊരു പുരുഷനുമായി നടത്തുമെന്ന സാഹചര്യം വന്നപ്പോൾ രോഗം മൂർച്ഛിക്കുകയും ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു എന്ന നിഗമനത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി അന്നത്തെ ആലുവ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ അവർ സമർപ്പിച്ചു. എന്നാൽ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പീതാംബരന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. അദ്ദേഹത്തിന്റെ പരാതി ഹൈക്കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കാനിടയായി. തുടർന്ന് കേസ് CBIയോ കേരള പോലീസിലെ മറ്റൊരു ഉദ്യോഗസ്ഥനോ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. പക്ഷേ ക്ലോസ് ചെയ്ത ഈ കേസിൽ പുനരന്വേഷണം നടത്തുന്നത് കേരള പോലീസിന്റെ മനോവീര്യം തകർക്കുമെന്നാരോപിച്ച് സർക്കാർ ഈ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. എന്നാൽ കോടതി ഈ കേസ് CBI അന്വേഷിക്കാൻ തന്നെ നിർദ്ദേശിച്ചു. ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ, മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി, മട്ടാഞ്ചേരിക്കാരനായ മാന്യനും ശാന്തനുമായ രാധാ വിനോദ് രാജുവിനെ കുറിച്ച് ആദ്യം പരാമർശിച്ചിരുന്നുവല്ലോ. ഈ ബ്രാഹ്മണ ഉദ്യോഗസ്ഥനാണ് CBI സീരീസിലെ മമ്മൂട്ടി അവതരിപ്പിച്ച സേതുരാമയ്യർക്ക് പ്രചോദനമായതെന്ന് അണിയറക്കാർ തന്നെ അവകാശപ്പെട്ടിരുന്ന കഥാപാത്രമായിരുന്നു. CBI പോലീസ് സൂപ്രണ്ടായ അദ്ദേഹവും DYSP വർഗീസ് തോമസുമാണ് കേസ് അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടത്. ക്രൈംബ്രാഞ്ചിന്റെ നടപടി പിശകുകൾ പരിശോധിച്ച് എങ്ങനെയെങ്കിലും ഇതൊരു കൊലപാതകമാക്കണമെന്നുള്ള യാതൊരു നിർബന്ധവും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരള പോലീസിന് CBIയോടുള്ള നീരസം അക്ഷരാർത്ഥത്തിൽ പ്രകടമായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിച്ചു. അന്വേഷണം പിന്നിടുന്ന നാളുകളിൽ ഒരു ദിവസം കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് 65 കിലോ ഭാരം വരുന്ന 2 ഡമ്മികളുമായി DYSP വർഗീസും തോമസും ടീമും പോളക്കുളത്തെ ടൂറിസ്റ്റ് ഹോമിന്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങി. ശേഷം ഒരാൾ തനിയെ ചാടിയാലോ മറ്റൊരാൾ എടുത്തെറിയപ്പെട്ടാലോ സംഭവിച്ചേക്കാവുന്ന സാമ്യതകൾ പരിശോധിക്കാൻ ഡമ്മി പരീക്ഷണം തുടങ്ങി. ആദ്യമായി ഡമ്മിയെ പൊക്കി താഴേക്കെടുത്തെറിഞ്ഞു. ആകാശത്തിൽ കീഴ്മേൽ പറഞ്ഞു. കെട്ടിടത്തിന്റെ ചൂട്ടിൽ നിന്നും 4 മീറ്റർ അകലെ തലയും മുതുകുമിടിച്ചാണ് വീണത്. അടുത്തത് ഒരാൾ തനിയെ ചാടിയാൽ എങ്ങനെയെന്ന പൊസിഷനിൽ വെറുതെ താഴേക്കിട്ടു. അപ്പോൾ കെട്ടിടത്തിന്റെ ചൂട്ടിൽ നിന്നും വെറും 1.5 മീറ്ററിൽ മൃതദേഹം വന്നു വീണു. ഈ സിനിമയിൽ കാണുന്ന രംഗങ്ങളുമായി ഈ സീനിന് ഏറെ സാമ്യമുണ്ട്. അശാസ്ത്രീയമായ ഡമ്മി പരീക്ഷണം എന്ന് ഫോറൻസിക് വിദഗ്ധന്മാരിൽ ചിലർ ഇതിനെ സ്ഥാപിച്ചെടുക്കുമ്പോൾ ആ ഉദ്യമത്തിന്റെ നല്ല വശങ്ങൾ അംഗീകരിക്കാൻ ആരും ഇന്നും തയ്യാറായിട്ടില്ല. ഇത് വളരെ വിചിത്രവും രസകരവുമായ കാര്യമാണ്. പക്ഷേ അവരുടെ അറിവിനെ നിരാകരിച്ചു കാണുകയല്ല. ലോകത്തെല്ലായിടത്തും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അനുകൂലവും പ്രതികൂലവുമായ വാദഗതികൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒന്നും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. വിചാരണ കോടതി ഈ നീക്കത്തെ തള്ളിയെങ്കിലും സുപ്രധാനമായ ചില തെളിവുകളുമായാണ് CBI നീങ്ങിയത്. സംശയമുള്ളവരെ പോളിഗ്രാഫ് പരിശോധന അഥവാ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് വളരെ കൃത്യമായ ചില വിവരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതിൽ പറയുന്ന പ്രകാരം പോളക്കുളം നാരായണൻ പീതാംബരന്റെ വീട്ടിൽ ചില രഹസ്യ കണക്കുകൾ അടങ്ങിയ രേഖകൾ സൂക്ഷിച്ചിരുന്നു. ആ രേഖകൾ പീതാംബരൻ തിരികെ കൊടുക്കാതിരുന്നതും ഈ വിവരങ്ങൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുമെന്ന ഭയവുമാണ് കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. നാരായണന്റെ ഗൂഢാലോചന പ്രകാരം സിംഗിടിയായ ഡ്രൈവർ ശശിയും റൂം ബോയ് ശിവദാസനും ചേർന്ന് മുകളിൽ വെച്ച് മർദ്ദിച്ചു. ശേഷം ശശി മുകളിൽ നിന്നും പീതാംബരനെ താഴേക്ക് എറിഞ്ഞു കൊന്നു. പീതാംബരന്റെ മരണമൊഴി കേട്ട പോലീസുകാരായ 2 പേരെയും പ്രസന്നൻ എന്ന മറ്റൊരു വ്യക്തിയെയും സാക്ഷികളായി ചേർത്ത് 1 വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൂടാതെ കൃത്യത്തിന് ശേഷം ഡ്രൈവർ ശശി മതിൽ ചാടി കടന്നോടുന്നത് കണ്ട മറ്റൊരാളെയും സാക്ഷിയായി ചേർത്തിരുന്നു. വിചാരണ കോടതി തള്ളിയ ഡമ്മി പരീക്ഷണത്തെ ന്യൂനതകളില്ലാത്ത സ്വീകാര്യമായ നീക്കമായാണ് ഹൈക്കോടതി സ്വാഗതം ചെയ്തത്. കോടതി വിധി പ്രകാരം 1 മുതൽ 3 വരെ പ്രതികൾക്ക് ജീവപര്യന്തവും 4ാം പ്രതി നാരായണന്റെ മാനേജർ സുബ്രഹ്മണ്യനെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് റൂം ബോയ് ശിവദാസന്റെ കുറ്റകൃത്യത്തിലെ ബന്ധം തെളിയിക്കാൻ കഴിയാതെ വരികയും തുടർന്ന് അയാളെ കുറ്റവിമുക്തനാക്കുകയും 1ഉം 2ഉം പ്രതികളുടെ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് പിന്നീട് പ്രതികളുടെ അപ്പീൽ വാദം സുപ്രീം കോടതിയിലേക്ക് പറക്കുന്നത്. 2ഉം 3ഉം പ്രതികൾ ടെറസിൽ നിന്ന് പ്രതിയെ മർദ്ദിച്ചതിന് നിലവിലുണ്ടായിരുന്ന പ്രത്യക്ഷ തെളിവുകളാണ് കോടതി ആദ്യം പരിശോധിച്ചത്. ഡ്രൈവർ ശശി ഓടിപ്പോകുന്നത് കണ്ടുവെന്ന് പറഞ്ഞ വ്യക്തി അന്വേഷണത്തിന്റെ പ്രാരംഭ ദിശയിൽ ഇത് ആരോടും പറഞ്ഞിരുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. സുപ്രസിദ്ധ അഭിഭാഷകനായ രാംജത്ത് മലാനിയായിരുന്നു അന്ന് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത്. പ്രത്യക്ഷമായ തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഇല്ലാതെയാണ് വിചാരണ കോടതിയും ഹൈക്കോടതിയും പ്രതികളെ ശിക്ഷിച്ചതെന്ന് അദ്ദേഹം വാദിച്ചു. തൃപ്തികരമല്ലാത്ത തെളിവുകളുടെ പ്രഭാവത്തിൽ പ്രതികളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ഒടുവിൽ കോടതിക്ക് ബോധ്യമായി. മൃതദേഹത്തിലെ മുറിവുകൾ ആദ്യം പരിശോധിച്ച ഡോക്ടർമാരുടെ മർദ്ദനം നടന്നുവെന്ന സംശയങ്ങൾ ക്രോസ് വിസ്താരത്തിൽ ഉള്ളി പൊളിച്ചതുപോലെയായി. എന്തിനേയും ഏതിനേയും കീഴ്മേൽ മറിക്കാൻ പോകുന്ന സമർത്ഥരായ വക്കീലന്മാർ കേസിനെ ചുരുട്ടിക്കെട്ടിയെന്ന് പറയുന്നതാവും ശരി. 1ഉം 2ഉം പ്രതികൾ കുറ്റക്കാരെന്ന് വരുത്തി തീർക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ പ്രതികളെ നിരുപാധികം വിട്ടയക്കാൻ നീതിപീഠം ഉത്തരവിട്ടു. പീതാംബരന്റെ മരണം പൂർണ്ണമായും ഒരു ആത്മഹത്യയാണെന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. കേസിൽ CBI അക്ഷരാർത്ഥത്തിൽ പരാജയമടയുകയായിരുന്നു. അതുന്നത നീതിപീഠത്തിന്റെ വിധിയെ പരിഹസിച്ച് ഇതൊരു കൊലപാതകമെന്ന് ഉറപ്പിക്കുകയല്ല. പക്ഷേ തെറ്റായ നിഗമനങ്ങളിൽ ആദ്യം മുതൽക്കേയുള്ള പോലീസിന്റെ ഇടപെടൽ തന്നെയാണ് തൃപ്തികരമല്ലാത്ത ഒരു രീതിയിൽ പരിസമാപ്തി അടയാൻ പോളക്കുളം കേസിന് വിനയായത്. കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ നിന്നും ഇതിനെ കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതും അതുകൊണ്ട് തന്നെ. ഇതാണ് പോളക്കുളം വധക്കേസ്. പ്രിയ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.